വാട്സപ്പിന് ഒരു അപ്ഡേഷൻ ചെയ്താ. ഞാൻ പുതിയ അപ്ഡേഷൻ ഐ ഒക്കെ ചോദിച്ചു, ഞാൻ ചെയ്തു. പ്രൈവസി ഒക്കെ ലീക്കാവോ? അതൊക്കെ പിന്നെ കളിക്കാം. നീ പറഞ്ഞ കുറച്ച് സീനാണ് പറയാണ്ടിരിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാപ്പ് പ്രഗ്രീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഈ വാട്സപ്പിന് പുറത്തും ബാക്കിയുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്നുണ്ടാവും. വാട്സപ്പ് ഇനി നമ്മുടെ പ്രൈവസി ചോർത്താൻ പോകുന്നു, വാട്സപ്പിൻ്റെ പുതിയ പോളിസികൾ അവർ അവതരിപ്പിക്കുന്നു, വാട്സപ്പ് ഇനി നമ്മളെ വിട്ട് പോകും, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട കാണാം. നമ്മൾ വാട്സപ്പിൻ്റെ ആ ഒരു പ്രൈവസി ലീക്കേജിനെ പറ്റിയും അതിൻ്റെ സത്യങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം കേട്ടോ. വാട്സപ്പിലൂടെ ഇനി നമ്മുടെ പ്രൈവസി ലീക്കാവുമോ? വാട്സപ്പ് ഇനിയൊരു പെയ്ഡ് ആപ്ലിക്കേഷൻ ആകുമോ? വാട്സപ്പിൽ ഇനി പരസ്യങ്ങൾ കാണേണ്ടി വരുമോ? അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഇടയായിട്ട് നമ്മളെല്ലാവരും ചർച്ച ചെയ്യണ കുറച്ച് ദിവസങ്ങളായിട്ട് മൊത്തത്തിൽ കത്തിക്കുന്ന ഒരു സംഭവമാണ് വാട്സപ്പിൻ്റെ പുതിയ അപ്ഡേറ്റിൽ വന്നേക്കണ പ്രൈവസി പോളിസിയുടെ സംഭവങ്ങൾ. നമ്മളപ്പോൾ നിങ്ങളിലേക്ക് അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ, അതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് പ്രൈവസി പോളിസി തന്നെയാണ്. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഏറ്റവും മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മുടെ പ്രൈവസി ലീക്കേജ്. ഇതുവരെ നിങ്ങൾ കേട്ടുവാണല്ലോ, നമ്മൾ കുറച്ച് നാളായിട്ടുള്ളൂ. വാട്സപ്പ് ഒരു ഇൻഡിപെൻഡൻറ്റ് കമ്പനി ആയിരുന്നു ഇതുവരെ വാട്സപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു കറക്റ്റ് അറിഞ്ഞൂടാ, കുറച്ച് നാളുകൾക്ക് മുമ്പാണ് വാട്സപ്പ് നമ്മുടെ ഫേസ്ബുക്ക്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫേസ്ബുക്ക് എന്ന കമ്പനി മേടിച്ചിട്ട് ഇപ്പോൾ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതെല്ലാം വരുന്നത് ഫേസ്ബുക്ക് എന്ന കമ്പനിയുടെ അണ്ടറിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പിൻ്റെ കുറേ ഫീച്ചറുകൾ മാറി വന്നിട്ടുണ്ട്. കുറേ അധികം ഫീച്ചറുകൾ നമുക്ക് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവർ ഇപ്പോൾ വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്നേക്കണ ആ ഒരു പ്രൈവസി പോളിസിയിൽ അവർ മെയിനായിട്ട് പറയണതും ഇതിനെ പറ്റി തന്നെയാണ്. നമ്മുടെ പ്രൈവസി, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാസ് ഇനി അവർക്ക്, അതായത് ഇനി വരുമ്പോൾ ഫേസ്ബുക്ക് എന്ന കമ്പനിക്കും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കായിട്ട് ടൈപ്പ് ആയിട്ടുള്ള ഏതൊരു കമ്പനിക്കും നമ്മുടെ ഡാറ്റാസ് യൂസ് ചെയ്യാം. അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അയക്കുന്ന മെസ്സേജസ്, നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, നമ്മൾ അയക്കുന്ന എന്ത് ഡാറ്റയും അവർക്ക് അവരുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം എന്നാണ് അതിൽ ഫസ്റ്റത്തെ പോയിന്റിൽ അവർ പറയുന്നത്. അപ്പോൾ ഇതുവഴി നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാ? നമുക്കൊരു പ്രൈവസിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷേ ആ ഒരു പ്രൈവസി മൊത്തം തന്നെ അവരുടെ ഇഷ്ടത്തിന് അവർ യൂസ് ചെയ്യാമെന്നുള്ളൊരു പ്രശ്നം വന്നതോടുകൂടി വാട്സപ്പിൻ്റെ നമ്മൾക്ക് വാട്സപ്പിലുണ്ടായ ഒരു വിശ്വാസം തന്നെ ഇപ്പോൾ പോയിരിക്കുകയാണ്. രണ്ടാമതായിട്ട് അവർ പറയുന്ന ഒരു സംഭവമാണ്, നമ്മളിപ്പോൾ ഇത്ര നാൾ വാട്സപ്പൊക്കെ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചെന്താണ്, പക്ഷേ ഇനി ചിലപ്പോൾ അത് പേഡായേക്കാം എന്ന അവരുടെ പ്രൈവസി പോളിസിയിൽ വരുന്നുണ്ട്. അതെ, ആ പ്രൈവസി പോളിസിയിൽ പറയണ പോലെ തന്നെ വാട്സപ്പ് നമ്മൾ ഇത്ര നാൾ അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ എത്ര കൊല്ലങ്ങളായി വാട്സപ്പ്, ഇപ്പോൾ എല്ലാവർക്കും വാട്സപ്പ് ഇല്ലാണ്ട് പറ്റില്ല എന്നൊരു അവസ്ഥയ്ക്ക് വന്നു. അപ്പോൾ ഇതൊരു ബിസിനസ് ട്രിക്കാണ്. അവർ ഇത്ര നാൾ നമുക്ക് വാട്സപ്പ് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് നമ്മൾക്കത് ഇല്ലാണ്ടാക്കി നമ്മൾ വാട്സപ്പിൻ്റെ അടിമയായി കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ വാട്സപ്പ് യൂസ് ചെയ്യണമെങ്കിൽ അവർക്കൊരു പേയ്മെൻറ്റ്, നമ്മളിപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരുപാട് ആപ്സ് നമ്മൾ പൈസ കൊടുത്തൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ഫീച്ചേഴ്സിന് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പും ഇനി ആയേക്കാം. മൂന്നാമത്തെ പോയിന്റ് അവർ പറയുന്നത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിലടക്കം ഇനി ആഡ്സ് വരാൻ പോകുന്നു. അതെ, അതായത് നമ്മൾ ഈ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഏറ്റവും എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റോറീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫോളോ ചെയ്യാത്ത ഓരോ അക്കൗണ്ടിലത്തെ ഓരോ സ്റ്റോറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആഡുകളൊക്കെ നമുക്ക് വരണതാണ്. അതുപോലെ ഇനി വാട്സപ്പിലും ബാനർ ആഡ് പോലെ ചെറുതായിട്ട് ഇങ്ങനെ അടിയിലും, പിന്നെ നമ്മൾ ചിലപ്പോൾ ഇനിയിപ്പോൾ സ്റ്റാറ്റസ് കാണുമ്പോൾ കുറച്ച് പേര് സ്റ്റാറ്റസ് കാണുമ്പോൾ അതിൻ്റെ ഒപ്പം ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇങ്ങനെ സ്റ്റോറികളോ പരസ്യമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കാണേണ്ടി വരും. ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൈവസി ലീക്കേജാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മെയിനായിട്ട് നിൽക്കണത്. അതായത് ഇപ്പോൾ ഇതെങ്ങനെ സംഭവിക്കണമെന്ന് പറഞ്ഞുതരാം. നമ്മളിപ്പോൾ കുറച്ച് ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടായിരിക്കും. അതിപ്പോൾ എന്തെങ്കിലും ഷോപ്പിങ്ങിൻ്റെ ഗ്രൂപ്പുകളാവാം, ഇപ്പോൾ നമ്മളേതെങ്കിലും വെഹിക്കിൾസിൻ്റെ പാർട്സ് കിട്ടുക, അങ്ങനെ എന്തെങ്കിലും ഗ്രൂപ്പുകളിലൊക്കെ ആവാം. അപ്പോൾ ഈ ഗ്രൂപ്പുകളിൽ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇവർ സ്റ്റോർ ചെയ്യാനുള്ളത്, ഈ ഡാറ്റ ഒക്കെ ഇവർ സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ചുള്ള ആഡുകൾ നമ്മൾക്കിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ സെർച്ച് ചെയ്യാൻ വയ്ക്കാം. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ ഗൂഗിളിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ പോകുമ്പോഴോ നമ്മൾ യൂട്യൂബിൽ പോകുമ്പോഴോ നമ്മൾ ഈ സെർച്ച് ചെയ്ത കാര്യത്തിനെ പറ്റി കറക്റ്റായിട്ട് അതിനകത്ത് ആഡ് വരുന്ന കാണാം. അതുപോലെ തന്നെ ഇനി വാട്സപ്പിലും വരും. നമ്മൾ ഈ വാട്സപ്പിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയും ഇതുപോലെ ബാക്കി സൈറ്റുകളിൽ നമുക്ക് ആഡ്സ് കാണാൻ പറ്റും. ഇതാണ് ഈ ആഡിനെ പറ്റി അവർ മെയിനായിട്ട് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻക്രിപ്റ്റഡ് ആയിരിക്കണം നമ്മുടെ മെസ്സേജ്. എന്ന് വെച്ചാൽ കുറച്ച് ഒരു 2006 തോന്നുന്നു ഈ എൻക്രിപ്റ്റഡ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വന്നത് വാട്സപ്പിൻ്റെ. അതായത് നമ്മളിപ്പോൾ അയക്കുന്ന ഒരു മെസ്സേജ് പിന്നെ കോഡുകളായിട്ട് വാട്സപ്പിൻ്റെ സെർവർ സേവ് ആകും. പിന്നെ നമ്മൾ അയക്കുന്ന ആൾക്ക് സാധാ മെസ്സേജ് ആയിട്ട് നമ്മൾ ഹ്യൂമൻ ലാംഗ്വേജിൽ അവർക്ക് അറിയാൻ പറ്റും.
ഇനി ചിലപ്പോൾ ഈ മെസ്സേജസ് നേരെ ഈ ഹ്യൂമൻ ലാംഗ്വേജിൽ തന്നെ സേവ് ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഈ മെസ്സേജ് യൂസ് ചെയ്യാൻ പറ്റണം, അക്സസ് ചെയ്യാൻ പറ്റണ ആ ഒരു രീതിയിലേക്ക് ചിലപ്പോൾ എത്തിയേക്കാം. നമ്മൾക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല. കാരണം വാട്സപ്പ് ഇങ്ങനെ ഒരു ഇത് വന്നു, അതിനെപ്പറ്റി നമ്മൾ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ നമുക്ക് കിട്ടിയ അറിവാണ് കേട്ടോ നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണേ. അപ്പോൾ ഈ ഡേറ്റ് കുറച്ച് നാളായിട്ട് വാട്സപ്പ് പുതിയ പുതിയ ഫീച്ചേഴ്സ് നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ലൈവ് ലൊക്കേഷൻ ആയാലും പിന്നെ പേയ്മെന്റിന്റെ മെത്തേഡ് ആണെങ്കിലും അതൊക്കെ അവർ ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയില്ലായിരുന്നു അവർ ഈ സംഭവങ്ങളൊക്കെ ഇറക്കിയത് ചിലപ്പോൾ നമ്മുടെ ഈ പ്രൈവസി ഇൻവേഡിംഗ് ഒക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും. അവർ പക്ഷെ ഇതൊക്കെ ഒരു ബിസിനസ് ട്രിക്കിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇങ്ങനെ കുറെ ഫീച്ചേഴ്സുകളൊക്കെ തന്ന് നമ്മളെ വാട്സപ്പിന്റെ അടിമകളാക്കിക്കൊണ്ടിരിക്കുകയായിരിക്കാം ചിലപ്പോൾ അവര്. നമുക്കിതിലൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല, കാരണം ഇത് നമ്മുടെ കയ്യിലല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ വാട്സപ്പിൽ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ ലൊക്കേഷൻ അക്സസ്, പിന്നെ നമ്മുടെ ഗാലറിക്കുള്ള അക്സസ് നമ്മൾ മുൻപേ തന്നെ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ചോദിക്കാറുണ്ട് ഇതുപോലെ ഈ റെക്കോർഡ് ചെയ്യണമെങ്കിൽ, വോയിസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ അക്സസ് കൊടുക്കണം, ഗാലറിക്ക് അക്സസ് കൊടുക്കണം, കോൺടാക്റ്റിന് അക്സസ്, ഇതൊക്കെ നമ്മൾ മുമ്പേ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇനി വരാൻ പോണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ അക്സസ് കൊടുക്കുന്ന വഴി നമ്മുടെ ഈ ഫോട്ടോസ് വാട്സപ്പിന്റെ സെർവറിന് മാത്രമല്ല ഈ ബാക്കി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്ക്, അതായത് ടൈപ്പ് ആയിട്ടുള്ള ബാക്കി എല്ലാ കമ്പനികൾക്കും ഈ ഒരു ഡാറ്റ ചിലപ്പോൾ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കാം. ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയിരിക്കും ഈ പ്രൈവസി കൂടെ വന്നേക്കണം, ഈ ഒരു പോളിസി കൂടെ വന്നേക്കണം. അപ്പൊ ഇതോടൊപ്പം തന്നെ നമ്മുടെ ഡിവൈസ് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ ഫോണിന്റെ ഇപ്പോൾ ഏറ്റവും കുറച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിന്റെ ബാറ്ററി ലെവല്, പിന്നെ നമ്മുടെ ഫോണിന്റെ മോഡല്, നമ്മുടെ ഹാർഡ്വെയർ, നമ്മുടെ ഫോണിൽ എത്ര റാം ഉണ്ട്, ചുരുക്കി പറഞ്ഞാൽ വാട്സപ്പ് മുതലാളിക്ക് അവിടെ നിന്ന് കാണാം നമ്മൾ ഏത് ഫോണിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മുടെ സെർച്ച് ഹിസ്റ്ററി, വാച്ച് ഹിസ്റ്ററി, അതുപോലെ എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയാൻ പറ്റും. അതാണ് ഈ ഒരു പ്രൈവസി പോളിസിയിൽ പറഞ്ഞുകൊണ്ടിരിക്കണേ. എന്താണെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് വേറെ ഇതിന് ഒരു സൊല്യൂഷൻ ആയിട്ട് പറയുന്നതാണ് ടെലഗ്രാം, സിഗ്നൽ ഇതുപോലത്തെ ആപ്സ് ഒക്കെ. അപ്പോൾ നമ്മൾ ഒരിക്കലും അത് പ്രൊമോട്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ ടെലഗ്രാമിന്റെ പ്രൈവസിനെ പറ്റി കുറെ ഇഷ്യൂസ് ഒക്കെ മുൻപ് കേട്ടിട്ടുണ്ട്, കുറെ സീനുകളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് ടെലഗ്രാം ഒരിക്കലും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ സിഗ്നല് ഈ അടുത്ത് കേട്ട് വന്നിട്ടുള്ളൂ, നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അതുകൊണ്ട് ടെലഗ്രാമിനെ പറ്റി എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. നീ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ അതിനെപ്പറ്റി പറയാനായിട്ട് അത്രേ ഉള്ളൂ. പിന്നെ ഈ വാട്സപ്പിനെ പറ്റി ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റാന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഫെബ്രുവരി 8 തീയതിയാണ് അവർ ഡെഡ് ലൈൻ വെച്ചാണ്. ഫെബ്രുവരി 8 കഴിഞ്ഞിട്ടും നമ്മളത് എഗ്രി ചെയ്തില്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോകും. ഒപ്പം തന്നെ ഇതുവരെയുള്ള ഫയൽസ് ഒക്കെ പോകുമായിരിക്കാം, ഒന്നും അറിഞ്ഞൂടാ നമുക്ക്. അപ്പോൾ അത്ര നാൾ വരെ ഫെബ്രുവരി 8 വരെ ഈ നോട്ട് നൗ കൊടുത്തുകൊണ്ടിരിക്കുക. ഫെബ്രുവരി 8 ആകുമ്പോഴേക്കും അവർക്ക് എന്തായാലും യൂസേഴ്സ് വേണമല്ലോ. അപ്പോൾ യൂസേഴ്സ് എല്ലാവരും കൂടെ ഒരു മെജോറിറ്റി ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്താണ്ട് അവർക്ക് സാധിക്കില്ല. പിന്നെ നമ്മുടെ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്തു തന്നാൽ തന്നെ നമുക്ക് അത് അതിനെപ്പറ്റി മറികടക്കാൻ പറ്റും ഈ ഒരു പ്രശ്നം. ഈ ഫ്രാൻസിലും ബ്രസീലിലും ഒക്കെ ആ ഒരു ആപ്പിളിന്റെ ഐഫോണിന്റെ കേസ് വന്നപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റും എന്തെങ്കിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ഭാവിയില്ല, നമ്മുടെ എല്ലാവരും ഒരു സോഷ്യൽ മീഡിയ, നമ്മുടെ പ്രൈവസി സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ഒരു ചെറിയ വീഡിയോ ചെറിയൊരു ഇൻഫോർമേറ്റീവ് ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ വാട്സപ്പിലൂടെ തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യട്ടോ. അതായത് നമ്മളെ ഫാമിലി ഗ്രൂപ്പുകൾ ഉണ്ടാവും, അതിനകത്ത് നമുക്കറിയാത്ത കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വാട്സപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവരോടൊക്കെ ഇതൊന്ന് പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവർക്കും എത്തിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഒക്കെ എത്തിക്കുക. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്നെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ കമൻസും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.